വയനാട്ടിൽ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചവർക്ക് മഞ്ഞപ്പിത്തം. കോക്ടെയിൽ എന്ന പേരിൽ നൽകിയ ജ്യൂസിൽ നിന്നാണ് രോഗബാധ. 5 പേർ ആശുപത്രിയിൽ, ഒരാളുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഇവിടെ നിന്ന് തന്നെയാണ് ഈ രോഗബാധ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ ജ്യൂസ് കഴിച്ചവർക്കെല്ലാം തന്നെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഒരാളുടെ നില ഗുരുതരമെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ഞപ്പിത്ത രോഗബാധ ഏറ്റവരാണ് ഇവിടെ നിന്ന് ജ്യൂസ് കഴിച്ചിരുന്നു എന്ന കാര്യം പറയുന്നത്. അതേ തുടർന്നാണ് ഈ രോഗബാധ ഉണ്ടായതെന്നും അവർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വിധത്തിൽ ആ കടയിൽ അൽ അമീൻ എന്ന് പറയുന്ന കൽപ്പറ്റ ഡിഒ ഹോസ്പിറ്റലിന് പരിസരത്തുള്ള കടയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത്. കൽപ്പറ്റ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. കോക്ടെയിൽ എന്ന പേരിൽ ഒരു ജ്യൂസ് ഇവിടെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ നിന്ന് ഈ ജ്യൂസ് കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പരിശോധന. 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ. ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവരെ പ്രവേശിപ്പിച്ചത്. പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരളിന് രോഗബാധയുണ്ടായി എന്നുള്ള തരത്തിലാണ് ആരോഗ്യ വിഭാഗ അധികൃതർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നും പറയുന്നു. ഏതായാലും മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് കൽപ്പറ്റയിൽ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ശുദ്ധമായ ജലം, അതോടൊപ്പം ഈ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം നൽകുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനിക്കുന്നു. ഏതായാലും 5 പേർ. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചവർക്ക് മഞ്ഞപ്പിത്ത ബാധ. 5 പേർ ആശുപത്രിയിലാണ്, ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് അനൂപ് നൽകിയത്.